ഡേ അത് നിർത്തിട്ടളയല്ലേ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അവർ തടി ഡേ അത് നിർത്തിട്ടളയര്. ആരത്ത് തടി വെച്ച് പിന്നെ റിവ്യൂ ചെയ്യാൻ തരൂല. ആരത്തിപ്പോൾ തടി വെച്ച് അവരെ മനസ്സിലായില്ല കണ്ടിട്ട്. പിന്നീടാണ് എനിക്ക് പെണ്ണുങ്ങളെ ഞാൻ അപമര്യാദയായിട്ട് പറയാറില്ല, ആ സ്വഭാവമായിരിക്കില്ല. എനിക്കൊരു ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത്. ധനുഷിൻ്റെ ആക്ടിങ്ങൊക്കെ കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആക്ടിങ് കുറച്ച് കൂടിപ്പോയെന്നുള്ളൊരു സംഭവമുണ്ട് അതിൽ. പിന്നെ ആദ്യമൊക്കെ ഡയറക്ഷനൊക്കെ നല്ല പൊളിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പടത്തിൻ്റെ സ്റ്റോറി എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായി. എന്തോ പറയാൻ. പിന്നെ നാഗാർജുന ഉണ്ട് അതിൽ. നാഗാർജുനയുടെ അഭിനയമൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. എന്നാലും പ്രായം തോന്നിക്കുന്നുണ്ട്. പുള്ളി പ്രായമായി, എന്നാലും 65 വയസ്സ് അതിൽ കാണിക്കുന്നുണ്ട്, സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ എന്തോന്ന്, പിന്നെ രശ്മികാണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. തിന്ന് തടിയൊക്കെ വെച്ച് അതവരെ പൈസക്ക് തിന്നാൻ നമ്മൾ കുറ്റം പറയല്ല. ഡേ അത് നിർത്തിട്ടളയല്ലേ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അവർ തടി ഡേ അത് നിർത്തിട്ടളയര്. ആരത്ത് തടി വെച്ച് പിന്നെ റിവ്യൂ ചെയ്യാൻ തരൂല. ആരത്തിപ്പോൾ തടി വെച്ച് അവരെ മനസ്സിലായില്ല കണ്ടിട്ട്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പെണ്ണുങ്ങളെ ഞാൻ അപമര്യാദയായിട്ട് പറയാറില്ല, ആ സ്വഭാവമായിരിക്കില്ല. എന്നാൽ പുള്ളിക്ക് ഏറ്റവും കൂടുതൽ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ലാലേട്ടനും പുള്ളിയാണ്. മമ്മൂട്ടി, തമിഴിലെ ധനുഷാണ്. മനസ്സിലായല്ലേ? തമിഴിൽ ഒരു നടന്മാർ ഇതിനൊക്കെ അവാർഡ് വാങ്ങിച്ചിട്ടില്ല. ധനുഷേ വാങ്ങിച്ചിട്ടുള്ളൂ. വെട്രിമാരൻ ഡയറക്റ്റ് ചെയ്ത പടങ്ങൾ മൊത്തം അവാർഡ് വാങ്ങിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഇതിൽ പുള്ളി ആ പിച്ചക്കാരൻ്റെ വേഷമൊക്കെ നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ച് ശകലം ഒന്ന് കൂടിപ്പോയെന്നുള്ളൊരു സംശയം, അത്രേ ഉള്ളൂ. ആവറേജ് മൂവി. ആവശ്യമില്ലാത്ത നേരത്തിട്ടുള്ളായത്. ഞാൻ അവരൊന്നും പറഞ്ഞിട്ടില്ല.